ഹലോ, നമസ്കാരം ഫ്രണ്ട്സ്. നമ്മൾ ഇന്ന് നോക്കുന്നത് മുരുക ഭഗവാന് മയിൽ എങ്ങനെയാണ് വാഹനമായത് എന്നുള്ളതാണ്. ഭഗവാൻ സുബ്രഹ്മണ്യന്റെ ജനനത്തിന് ശേഷവും താരകാസുരനുമായുള്ള യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പും എല്ലാ പ്രധാന ദേവതകളും മുരുകന് പ്രത്യേക വസ്തുക്കൾ സമ്മാനമായി നൽകി. മുരുകന്റെ കൈകളിലുള്ള ശക്തി ആയുധമായ ശൂലം പാർവതി ദേവിയാണ് നൽകിയത്. മുരുകന്റെ പതാകയുടെ പ്രതീകമായി നിലകൊള്ളുന്ന ഒരു പൂവൻ കോഴിയെ സൂര്യൻ സമ്മാനിച്ചിട്ടുണ്ട്. പക്ഷികളുടെ രാജാവും ശ്രീ മഹാവിഷ്ണുവിന്റെ വാഹനവുമായ ഗരുഡൻ എന്ന നിലയിൽ ഭഗവാന് മയിലിനെ വാഹനമായി നൽകി. ശിവപുരാണം അനുസരിച്ച് മയിലിന്റെ പേര് ചിത്രബർഹണൻ എന്നായിരുന്നു. ഈ ഭഗവാൻ സുബ്രഹ്മണ്യന്റെ പിന്നിലെ വ്യക്തിത്വം കാലത്തിന്റെ പ്രതിനിധാനമാണ്. കാലത്തിൽ മാത്രമേ എല്ലാ വരികയും പോകുകയും ചെയ്യുന്നുള്ളൂ. അതിനാൽ ദൈവം കാലത്തിന്റെയും ശ്രേഷ്ഠാവാണ്. അവൻ കാലത്തിനും അതീതനുമാണ്. മുരുകന്റെ 6 മുഖങ്ങൾ 6 ഋതുക്കളാണ്. 12 കൈകൾ ഒരു വർഷത്തിലെ 12 മാസങ്ങളാണ്. ഇതെല്ലാം എല്ലാ ദിവസവും സൂര്യോദയത്തോടെ സംഭവിക്കുന്നു. അതിനാൽ സൂര്യോദയത്തിൽ എല്ലാവരെയും ഉണർത്തുന്ന കോഴി നമ്മൾ ഉദിക്കുന്ന ഓരോ ദിവസത്തിന്റെയും പ്രതീകമാണ്. പാർവതി മാതാവ് നൽകുന്ന ആയുധം ഇച്ഛാശക്തിയുടെ ഏജശക്തി പ്രതിനിധാനമാണ്. മയിൽ സമയത്തിലെ വിവിധ ഷേഡുകളെ പ്രതിനിധീകരിക്കുന്നു. താങ്ക് യു.